സോഫ്റ്റ് സ്കിൽസിൻ്റെ ഭാഗമായിട്ട് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്? അതിൽ എന്തെങ്കിലും ഒരു ടോപ്പിക് ഓർമ്മയുണ്ട് ഡിസ്കസ് ചെയ്തത്? അല്ല, ഇപ്പോൾ എല്ലായിടത്തും ഡിസ്കസ് ചെയ്യണം അല്ലേ? അപ്പോൾ നമ്മൾ പഠിക്കുന്ന സാധനത്തിനെ പറ്റിയിട്ടൊരു ധാരണ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫിക്കോ അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന ടോപ്പിക്കിനെ പറ്റിയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ഡിസ്കഷൻ വേണമെന്ന് പറഞ്ഞത്. അനലിറ്റിക്സിൻ്റെ ഇൻറ്റഗ്രേഷനും റെഗുലേറ്ററി കംപ്ലയൻസും ഞാൻ പറഞ്ഞിട്ടുണ്ട്. കോൺഫിഡൻസിന് എന്താ കുറവ്? അനലിറ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് സാധനം? എന്താണ് അനലിറ്റിക്സ് എന്നൊക്കെ അറിയാമല്ലോ അല്ലേ? അത് നമുക്ക് ഡിസ്കഷനിലോട്ട് കിടക്കുമ്പോൾ അതൊക്കെ ഡിസ്കസ് ചെയ്യാം. അത് സിമ്പിളാണ് ഇത് കാര്യങ്ങളൊക്കെ. നിങ്ങൾ പഠിച്ചിട്ടുള്ളത് തന്നെയാണ്, നിങ്ങൾക്ക് അറിയുകയും ചെയ്യാം. പക്ഷെ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ എനിക്കത് അറിയാമെന്ന്, മനസ്സിലായില്ലേ? നിങ്ങൾക്കറിയാമെന്നുള്ള കാര്യം നിങ്ങൾക്ക് ബോധ്യമല്ല. പക്ഷേ ഇന്നത്തെ ഡിസ്കഷനോടുകൂടി നിങ്ങൾക്കത് ബോധ്യമാവും, എനിക്ക് ശരിക്കും ഇത് അറിയാമായിരുന്നു കേട്ടോ. ഇൻട്രൊഡക്ഷൻ. ഓക്കെ, ഇൻറ്റഗ്രേഷൻ ആണ് ടോപ്പിക് എടുക്കുന്നത്. FICO പവർ BI ആയിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ നമ്മളിവിടെ GD നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണ്. ഗ്രൂപ്പ് ഡിസ്കഷനാണ്. ഒപ്പോസിഷനൊന്നും പാടില്ല. എല്ലാവരും അവരുടെ പോയിൻ്റ് ഓഫ് വ്യൂ, ഒബ്ജക്റ്റീവ്സ് എല്ലാം കറക്റ്റായിട്ട് പ്രസൻറ്റ് ചെയ്ത് നമുക്ക് ഡിസ്കഷൻ നോക്കാം. അതിൽ അറിയാത്ത കാര്യങ്ങൾ നമുക്ക് അറിയാൻ ശ്രമിക്കാം, അറിയാവുന്നത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കാം. അതാണ് നമ്മളോട് ഉദ്ദേശിക്കുന്നത്. എല്ലാവരും ഫ്രീ ആയിട്ട് ടോക്ക് ചെയ്യുക, ഒരു പ്രശ്നവും ഇല്ല. എല്ലാവർക്കും അവരുടേതായ പോയിന്റ് ഓഫ് വ്യൂ പറയാവുന്നതാണ്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമല്ലോ. We are know already. But the other thing is, this Power BI and Tableau, these both are business intelligence softwares used to visualize data for businesses. റോഡിന്റെ ഈ കൺസ്ട്രക്ഷൻ നടക്കുന്നു. അപ്പൊ അതിനുള്ളിൽ തന്നെ കുറെ കറപ്ഷൻസ് വരും. ഫോർ എക്സാമ്പിൾ തന്നെ ഇപ്പൊ അതിന്റെ ഒരു മെറ്റീരിയൽസ് പറയുമ്പോഴത്തേക്ക് ടാർ ഇങ്ങനത്തെ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ ഒരു ലെവലും പിന്നെ അല്ലാതെ തന്നെ അതിന്റെ എത്ര എടുത്തു ഇത്ര എടുത്തില്ല, അപ്പൊ അതിന്റെ ഒക്കെ തന്നെ ഒരു IFRS അല്ല. അപ്പോഴത്തേക്ക് അതിന്റെ നമ്മളെ സ്റ്റേറ്റ്മെന്റ് അതിനകത്ത് ചെയ്യണ്ടേ. അപ്പൊ ആ ഒരു ലീഗൽ സ്റ്റേറ്റ്മെന്റ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ എന്ത് പറഞ്ഞു അല്ല, ഈ IFRS അതൊക്കെയാണോ? എനിക്കത് തോന്നുന്നില്ല. അതൊരു ഡിഫറെൻ്റ് ആയിട്ട് നിങ്ങൾ പറഞ്ഞ ഡിഫറെൻ്റ് ആയ ഒരു ഇതായിരിക്കാം. അതൊരു മറ്റൊരു ഇതായിരിക്കാം. പക്ഷെ എൻ്റെ ഇപ്പം നമ്മുടെ കമ്പനി ഇന്ത്യയിലുണ്ട്. നമുക്കൊരു മാർച്ച്